നമസ്തേ. സ്പിരിച്വൽ ഹീലിംഗ് അല്ലെങ്കിൽ ആത്മീയമായ രീതിയിൽ ഉണ്ടാകുന്ന രോഗശാന്തിയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ധ്യാന കേന്ദ്രങ്ങളുണ്ട്, എല്ലാ മതങ്ങളുടെ ബേസിലും ഉണ്ട് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളും ഒക്കെ. ഇപ്പൊ ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്ത് ആളുകൾക്ക് മദ്യപാനം നിന്നു പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വേദനകൾ ശമിച്ചു പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള രോഗങ്ങൾ പോലും മാറിപ്പോകുന്നു. അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ബോഡിയിൽ ഫിസിക്കൽ ലെവലിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുയിസം ആയാലും ഇസ്ലാം ആയാലും ഏത് മതവിഭാഗങ്ങളിൽ നോക്കിയാലും ഈ ഒരു ആരാധനാ രീതികൾ, ഇനി മതങ്ങൾ വേണമെന്ന് തന്നെയില്ല, ആരാധനാ രീതികൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള മെഡിറ്റേഷൻസ്, ധ്യാനം, പ്രോഗ്രാംസ്, റിച്വൽസ്, സ്പിരിച്വൽ പ്രാക്ടീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നു. മാനസിക രോഗമായിരിക്കാം, ശാരീരിക രോഗമായിരിക്കാം, മറ്റെന്തെങ്കിലും രീതിയിലുള്ള അവസ്ഥകളായിരിക്കാം. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് പലരും നിരീശ്വരവാദികളും അല്ലെങ്കിൽ വിമർശകരും ഒക്കെ പറയുന്നത് ഇത് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായ രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഡോക്ടർ ജോസഫ് മർഫിയൊക്കെ ഭാരതത്തിലൊക്കെ വന്ന് നടത്തിയിട്ടുള്ള സ്റ്റഡികളൊക്കെ ഈ കാര്യങ്ങൾക്ക് വില കൊടുത്തത് കൊണ്ടാണ് അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒരുപാട് അറിവുകൾ നമ്മളിലേക്ക് പകർന്നു തരാനും ഒക്കെ സാധിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സയൻസിന്റെ ഒരു കോണ്ടക്സ്റ്റിൽ നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി മനഃശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ വ്യൂ പോയിന്റിലൊക്കെ നോക്കുന്ന സമയത്ത് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലാസിബോ എന്ന് പറയുന്ന വാക്ക് ഒറിജിൻ ചെയ്തത് തന്നെ ഐ വിൽ പ്ലീസ് എന്ന രീതിയിൽ അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സയന്റിഫിക് വേൾഡിൽ ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പലതും എത്തി നിൽക്കുന്ന ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഫെനോമിനയാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മൈഗ്രെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ മൈഗ്രെയിൻ ഞാൻ ദിവസവും ഇന്ന സമയത്ത് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എല്ലാ ആഴ്ചയും ആ ദിവസമാകുമ്പോൾ, ആ സമയമാകുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടർ എനിക്ക് ഒരു മരുന്ന് തന്നു. അപ്പൊ ഞാൻ ആ മരുന്ന് കഴിച്ച സമയത്ത് എനിക്ക് എന്തുണ്ടായി, ഹീലിംഗ് ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ പിന്നീട് ഈ ഡോക്ടർ ചെയ്ത രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ യഥാർത്ഥ മെഡിസിന് പകരം ഫേക്ക് ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് വെച്ചാൽ യഥാർത്ഥ മെഡിസിന്റെ അതേ കവറിൽ അതുപോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പൊ ഈ മെഡിസിൻ ഞാൻ കഴിച്ച സമയത്തും എന്റെ തലവേദന പമ്പ കടക്കുകയാണ്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞതല്ല. അപ്പോ ഇങ്ങനെ മാറുന്ന അവസ്ഥ, ജസ്റ്റ് ഒരു വിറ്റാമിൻ ഗുളിക കഴിക്കുന്ന സമയത്ത് തന്നെ പനി മാറിപ്പോയ അവസ്ഥ. കാരണം കൊടുക്കുന്ന ഡോക്ടറോട് ഭയങ്കര വിശ്വാസമാണ്. ഇനി അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയി നോക്കുകയാണെങ്കിൽ പല ആളുകൾക്ക് പല ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തലയിൽ കൈവെക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നിലത്തേക്ക് വീഴുന്നത് കാണാറുണ്ട്. ഇനി മറ്റു ചില കേന്ദ്രങ്ങളിലാണെങ്കിൽ അവരെ പൈസ കൊടുത്ത് ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ എന്റെ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, പൈസ കൊടുത്തിറക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അതിലും പ്രധാനമായിട്ട് യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഒരു എക്സ്റ്റസി അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചില സ്വാമിമാരൊക്കെ നെറ്റിയിൽ സ്പർശിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര എക്സ്റ്റസി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് പോലുള്ള കാര്യങ്ങൾ, അതിന്റെ വർക്ക്ഷോപ്പുകളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ അവർക്ക് ആ ഫീലിംഗ് ഉണ്ടാകുന്നതായിട്ട്. അതുപോലെ തന്നെ ഹിപ്നോസിസിലേക്ക് വരുമ്പോൾ ആളുകൾ യഥാർത്ഥത്തിൽ ഉറങ്ങിപ്പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേജ്, സ്ലീപ്പ്, ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നതായിട്ടും, നല്ല രീതിയിൽ ഹിപ്നോസിസ് ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവരെ കൊണ്ട് പല കാര്യങ്ങളും ടെമ്പററി ആയിട്ട് മറന്നു പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും, അല്ലെങ്കിൽ അവർക്ക് ചൂട് കൂടുന്നത് കൊണ്ട് മുഖം ചുമക്കുന്നു എന്ന് പറയുമ്പോൾ മുഖം അങ്ങനെ ചുവന്നു വരാനും, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് എന്ന് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോ ധ്യാന കേന്ദ്രങ്ങളായാലും ഈ പറയുന്ന കുണ്ടലിനി അവേക്കനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും, ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്റ്റസി ഉണ്ടാകുന്ന അവസരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഹിപ്നോസിസ് സ്റ്റേജിലാണെങ്കിലും ഒക്കെ ആളുകളിൽ ഈ പ്രതിഭാസങ്ങൾ യഥാർത്ഥത്തിൽ നടന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുകയാണ്. അവരുടെ ഫിസിക്കൽ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥൂല ശരീരത്തിൽ നമ്മൾ ഈ പ്രതിഭാസങ്ങൾ കാണുകയാണ്. അപ്പൊ പല കേസുകളിലും രോഗശാന്തി ഇല്ല, അല്ലെങ്കിൽ ഇത് പണം കൊടുത്ത് കൊണ്ടുവരുന്നതാണ്, മണ്ടത്തരമാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനാണ് ഞാൻ ഇത്തരത്തിൽ പറയുന്ന ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരിങ്ങനെ മുറവിളി കൂട്ടുന്ന ആളുകളായിരിക്കുകയില്ല. അവർ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള ഒരു സയന്റിഫിക് ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇവർ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിനെ എഴുതി തള്ളുകയാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അങ്ങോട്ടൊരു പോസിബിലിറ്റി ഇല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു റിസർച്ചിനുള്ള പോസിബിലിറ്റി അവരുടെ മനസ്സിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഗവേഷണം നടത്തുന്ന പുതിയ കണ്ടെത്തലുകൾ പ്രകാരം പറയുന്നത്, ഈ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പല രീതിയിലുള്ള മാറ്റങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും ഒരു മാറാവ്യാധി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറുന്നുള്ള അവകാശവാദം ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇൻ സെർട്ടൻ കേസസ് ഇത് എക്സിക്യൂട്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ്.
ചെറുതും വലുതുമായിട്ടുള്ള പല രോഗങ്ങൾ ആളുകളിൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മുടെ ഒരു അബോധ തലത്തിലേക്കാണ് ഇതിന്റെ സജഷൻസ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ബോധ മനസ്സിനെ ചില സമയത്ത് ഒരു മണ്ടനാക്കി മാറ്റുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഗുളിക കൊടുക്കുന്ന സമയത്ത് അതുവരെ ഈ യഥാർത്ഥ ഗുളികയാണ് താൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ബോധ്യത്തിൽ ബോധ മനസ്സ് നിൽക്കുമ്പം അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല വെറും വിറ്റാമിൻ ഗുളികയാണ് ഈ ഡോക്ടർ പനിക്ക് അല്ലെങ്കിൽ ഇന്ന രോഗത്തിന് കൊടുത്തത് എന്നുള്ളത്. അപ്പൊ ഇയാളുടെ അപബോധ മനസ്സ് എന്ന് പറയുന്ന കാര്യം ഇത് ഏറ്റെടുക്കുകയും അത് അയാളുടെ ശരീരത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇത് വിരൽ ചൂണ്ടുന്നത് വലിയ പോസിബിലിറ്റീസിലേക്കാണ്. പ്രധാനമായിട്ടും നമ്മുടെ ബോധ മനസ്സിന് അബോധ മനസ്സ് രണ്ടിനും അതിൻ്റെതായ ശക്തികളുണ്ട്. പക്ഷേ അബോധ മനസ്സിലേക്ക് ഒരു സജഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആയി വരാനുള്ള സാധ്യത ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അതിലുണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെയൊക്കെ പവർ കിടക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇന്ന കാര്യങ്ങൾ സാധിക്കും, അയാൾ വിളിക്കുന്ന ദൈവം അത് സാധിച്ചു കൊടുക്കുമെന്ന് ശക്തമായ വിശ്വാസത്തോടു കൂടി അയാൾ അത് പറയുന്ന സമയത്ത് അയാളുടെ ബോധ മനസ്സ് ശരിക്കും മണ്ടനാവുകയാണ്. അപ്പൊ അയാളുടെ അബോധ മനസ്സ് അതിനെ ഏറ്റെടുക്കുകയും അതിൽ ചേഞ്ചസ് വരികയും ചെയ്യുകയാണ്. അപ്പൊ ഈ അബോധ മനസ്സാണ് എല്ലാത്തിന്റെയും ശക്തി എന്ന് ഞാൻ പറയുന്നില്ല. അബോധ മനസ്സിന് അപ്പുറത്തേക്കുള്ള തലങ്ങളിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ് ഇവിടെ കാണുന്നത്. എസ്പെഷ്യലി ജോസഫ് മർഫിയെ പോലുള്ള ആളുകളെയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം അബോധ മനസ്സെന്നുള്ള ആ തലം വരെ പറയുന്നുള്ളൂ, പിന്നെ അതിനപ്പുറത്തേക്ക് സംസാരിക്കുന്നില്ല. അബോധ മനസ്സിനപ്പുറത്തേക്ക് പിന്നീട് സംസാരിച്ചിട്ടുള്ള മനഃശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൾ ഗുസ്താവ് യുങ്ങിനെ പോലുള്ള ആൾക്കാർ. പിന്നെ ഫ്രോയിഡ് കുറെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രോയിഡ് അബോധ മനസ്സ് ഉപബോധ മനസ്സ് എന്ന് പറയുന്ന കാര്യം ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയിലുണ്ട് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യുങ് ആണെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പേഴ്സണൽ കോൺഷ്യസ്നെസ്സിനും അൺകോൺഷ്യസ്നെസ്സിനും അപ്പുറത്തേക്കായിട്ട് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു തലമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ പ്രാചീന ഭാരതത്തിലെ പ്രാണലോകം എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഇനി ഗ്ലോബൽ ലെവലിൽ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഫിഫ്ത്ത് ഡയമെൻഷൻ പോലുള്ള കാര്യങ്ങളുമായിട്ട് വളരെ സാമ്യമുണ്ട്. അപ്പൊ ഈ ഫിഫ്ത്ത് ഡയമെൻഷനിൽ ടൈമിനും സ്പേസിനും പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സമയത്തിന് അവിടെ പ്രാധാന്യമില്ല. സോ ദർ ഹാപ്പൻസ്, അവിടെ കാര്യങ്ങൾ സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു, ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ പല തലങ്ങളാണ്. ഫിസിക്കാലിറ്റിയും സ്പിരിച്വൽ തലങ്ങളും ഒക്കെ അടങ്ങി പല തലങ്ങളുണ്ട്. ഞാൻ ആ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നില്ല. അപ്പം ഈ രീതിയിൽ സജഷൻ പോകുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു ഹീലിംഗ് ഹാപ്പൻ ചെയ്യുന്നത്, എസ്പെഷ്യലി ബൈബിൾ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എവിടെയാണോ സൗഖ്യം ഉണ്ടാകുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ക്രിയേറ്ററിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള റിലീജിയസ് റിച്വൽസ് ചെയ്യുന്നത് വഴി മാത്രമാണ് ഹീലിംഗ് കിട്ടുന്നത് എന്ന് പറയുന്നില്ല. നമുക്ക് വിശ്വാസമുള്ളത് യോഗ ചെയ്താൽ എന്റെ ഇന്ന പ്രശ്നങ്ങൾ മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ്. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് പലർക്കും പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിനെ അബോധ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു രോഗം വന്നു, ആ രോഗം എനിക്കുണ്ടെന്നുള്ളതിന് ശക്തമായ തെളിവ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ ഉള്ളിലേക്ക് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് ഈ രോഗമില്ല, ഈ രോഗമില്ല, ഈ രോഗമില്ല എന്നാണെങ്കിൽ നമ്മുടെ അബോധ മനസ്സ് തിരിച്ചു ചോദിക്കും, നീ എന്ത് മണ്ടത്തരവും നുണയാണ് ഈ പറയുന്നത്, നിനക്ക് ഈ രോഗമുണ്ട്, രോഗമുണ്ട്, രോഗമുണ്ട്. അപ്പൊ നമുക്ക് എന്തായി, ഈ രോഗം കൂടി വരികയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ അബോധ മനസ്സിനെ ട്രിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഈ കോൺഷ്യസ്നെസ്സിനെ ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ രോഗത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുകയാണ്, മെച്ചപ്പെടുകയാണ്, മെച്ചപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു അഡിക്ഷനിൽ പെട്ട ആളാണെങ്കിൽ, മദ്യപാനമാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആയിക്കോട്ടെ, പോണോഗ്രഫി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പറയുകയാണ് ഞാൻ സ്വതന്ത്രനാവുകയാണ്, അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്രനാണ്. ഈ ഒരു സജഷൻ കൊടുക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒരു പാതി മയക്ക അവസ്ഥയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്തേക്ക് ഏകദേശം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ ഇനി 1 മണിക്കൂറോ ആണ്, ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആണത്. നിങ്ങൾ ധ്യാനം ചെയ്യുന്നത് പോലെ ഇത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് സജഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള വലിയൊരു തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാഥാർത്ഥ്യത്തിനെതിരായിട്ട് അത്ഭുതങ്ങൾ നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസമായിട്ട് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള സജഷൻസ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ തന്നെ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സജഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സജഷൻസിനെ പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്ന കാര്യം സത്യമാണ് എന്നുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഭൗതിക ശരീരം അബോധ മനസ്സ് ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സെൽസിനോട് ഒരു കണക്കിന് നമ്മൾ കമാൻഡ് ചെയ്യുകയാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസസ് ചെയ്യുമ്പം ഇതിനെതിരായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ആ ചിന്തകളെയൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട്, നീ പറയുന്നത് ശരിയല്ല, ഇതാണ് സത്യം എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ ഇത് സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്.
ഇതിൽ കൂടെ ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ പണത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ പ്ലാസിബോ എഫക്റ്റിന്റെ ഫലം എന്ന് പറയുന്നത് ബോഡീസ് എബിലിറ്റി ടു ഹീൽ ഇറ്റ് സെൽഫ് ആണ്. ഇനി വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് വരുന്ന ഓരോ രോഗങ്ങളും, അത് ക്യാൻസർ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, ഇത് നമ്മളുടെ തന്നെ തോട്ട്സ് ആണ് ഈ രോഗങ്ങൾ വരാനുള്ള മൂല കാരണം എന്ന് പറയുന്നത്. നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചിന്താ രീതികളാണ് നമ്മുടെ ഹാബിറ്റ്സ് ആയിട്ട്, ഓട്ടോമാറ്റിക് ബിഹേവിയർ ആയിട്ട് മാറി വരുന്നത്. അപ്പൊ ഈ ബിഹേവിയറിലേക്ക് മാറ്റം കൊടുക്കാനായിട്ട് നമ്മൾ ഈ വെരി തോട്ടിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തോട്ട്സിന് നമ്മളുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സെൽസിൽ ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ചേഞ്ച് ആണ് അൾട്ടിമേറ്റ്ലി നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് രോഗങ്ങളുടെ ഹീലിംഗിൽ മാത്രമല്ല, ഫിനാൻസ് ആയിക്കോട്ടെ, വളർച്ചയായിക്കോട്ടെ, ആൻഷ്യസ് ആയിട്ടുള്ള തോട്ടുകളിൽ നിന്നുള്ള രക്ഷപ്പെടലായിക്കോട്ടെ, ഇങ്ങനെ മനുഷ്യന്റെ ഉന്നത വളർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡയറക്ഷനോ അഡ്വൈസോ അല്ല ഞാൻ തരുന്നത്. ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് മാത്രമാണ്. അത് ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഓപ്ഷനും കൂടിയാണ്. സോ നമ്മളുടെ അബോധ തലങ്ങളുടെയും അതിനപ്പുറത്തേക്കുള്ള അവസ്ഥകളുടെയും ഒക്കെ ശക്തി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വെറും ഒരു ഭൗതിക ജീവിയായിട്ട് ഇവിടെ ജീവിച്ചു മരിച്ചു പോവുകയേ ഉള്ളൂ. നമ്മൾക്ക് വഴി അറിയണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ആത്മീയതയിൽ വളർച്ചയും ഉണ്ടാകുന്നതും ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കുന്നത്. സോ ഹിഡൻ പൊട്ടൻഷ്യൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള അതീന്ദ്രിയ ശക്തികളെയും അഭൗമമായിട്ടുള്ള കഴിവുകളെയും ഒക്കെ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ക്രിയേറ്റർ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. ബട്ട് ഓൺലി ഫ്യൂ ആർ ഓപ്പണിംഗ് ദ പൈക്ക്. ആ പൈക്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ നിർത്തുകയാണ്. നമസ്തേ.